ഇന്നത്തെ ചിന്ത പ്രപഞ്ചത്തിൻ്റെ ഐക്യം. അതായത് പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത് ശരീരം ഉണ്ടാക്കിയ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ഈ കട്ടിലോ അല്ലെ മേശയോ കല്ലും മണ്ണും എല്ലാം മാറ്ററാണ്. ബേസിക്കലി എല്ലാം മാറ്ററാണ്. മാത്രമല്ല ഈ കല്ലും മണ്ണും ശരീരവും എല്ലാം നിലനിൽക്കുന്ന ഈ സ്പേസ് അതും നമ്മളെ ഭാഗം തന്നെയാണ്, അതും നമ്മൾ തന്നെയാണ്. അതേപോലെ ഈ സമയം അതും എല്ലാത്തിനും സമയവും ഉണ്ട്. പക്ഷെ സമയം വ്യത്യസ്തമാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പറ്റി അറിയില്ല. എന്നാലും സമയവും എല്ലാത്തിനും ഉണ്ട്. സമയം ഒന്നായിരിക്കാം, അറിയില്ല. പക്ഷേ സ്പേസിലോട്ടും മാറ്ററും നമ്മൾ എല്ലാം ഒരു വസ്തു തന്നെയാണ്. എല്ലാത്തിലൊരു ഇതാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ നിന്നുള്ള ഉണ്ടായ ഒരു വസ്തു എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമ്മളൊക്കെ അൾട്ടിമേറ്റായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിലൊരു ഐക്യം, അങ്ങനെ ഒരു മാറ്ററും സ്പേസും എല്ലാം കൂടി നമ്മൾ തന്നെയാണ് എല്ലാ പ്രപഞ്ചത്തിലും എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ നമ്മളത് ഇതിൻ്റെ ഒരു പ്രപഞ്ചത്തിലേക്ക് ശരീരത്തിൽ നിന്ന് ഒതുങ്ങാതെ പ്രപഞ്ചത്തിലേക്ക് മൊത്തത്തിലായിട്ട് കാണുന്നതാണ്. പക്ഷേ അതാണ് ഒരു ഐക്യം, പ്രപഞ്ചത്തിൻ്റെ ഒരു ഐക്യം എന്ന് പറയുന്നത്. നമ്മളെ മനസ്സുണ്ട്, പിന്നെ ശരീരം, പ്രപഞ്ചം എല്ലാം ഉണ്ട്. അപ്പം എല്ലാം തമ്മിലൊരു ബന്ധപ്പെട്ട് കിടക്കും. അതായത് നമ്മളെ മനസ്സ്, അതായത് മനസ്സിലുള്ള അനുഭവങ്ങൾ, വികാരങ്ങൾ, അതേപോലെ വസ്തുക്കൾ, ശാസ്ത്രം, സൗന്ദര്യം എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇതും ഓർഗൻസൊക്കെ എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരുമിച്ച് ഒരു ഐക്യം. അതേപോലെ തന്നെ ശാസ്ത്രവും സൗന്ദര്യവും സ്പേസ്, ടൈം എല്ലാം തമ്മിലൊരു ബന്ധം. അങ്ങനെയാണല്ലോ മൊത്തത്തിലുള്ളൊരു മനുഷ്യൻ്റെ ഒരു കഥ ഉണ്ടാകുന്നു, ജീവിതം ഉണ്ടാകുന്നു. എല്ലാം തമ്മിൽ ഉള്ള ഒരു ബന്ധം, അത് എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രം വേറെ, കല വേറെ, ജീവിതം വേറെ, മനുഷ്യൻ അങ്ങനെയില്ലല്ലോ. എല്ലാം ഒന്ന് തന്നെ, ഒന്ന് എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട്, അതായത് എല്ലാം ഒരുമിച്ചുണ്ടായ സംഗതിയാണെന്ന് തോന്നുന്നു. അല്ലാതെ ഒന്നിൽ നിന്ന് ഒന്നുണ്ടായതാണെന്ന് പറയാൻ പറ്റും. അതായത് ശാസ്ത്രത്തിൽ നിന്നാണ് കലയുണ്ടായത്. ശാസ്ത്രവും കലയായിട്ടാണ് പണ്ട് കരുതിയത്. അല്ലാതെ അങ്ങനെ തോന്നുന്നില്ല.